നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ആ മേഖലയിൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിന് എപ്പോഴും വാല്യൂ ഉണ്ട്. ഫീഡ്ബാക്ക് ഈസ് മോസ്റ്റ് വാല്യുബിൾ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്നും അഭിനയം തുടങ്ങി എമ്പുരാനിൽ എത്തി നിൽക്കുന്ന മോഹൻലാലിൽ പരിവർത്തനത്തിന്റെ ഒരു വലിയ കഥ നമുക്ക് കാണാൻ പറ്റും. അത് സംഭവിച്ചിരിക്കുക സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ലഭിച്ച ഫീഡ്ബാക്കുകളിൽ നിന്നായിരിക്കും. ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ വന്ന് ഒരു നല്ല സ്വഭാവ നടനായി നായക നടനായി ലാലേട്ടൻ മാറുമ്പോൾ അവിടെ ഫീഡ്ബാക്കിന് എത്രമാത്രം വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ എഴുത്തുകാരനായിരിക്കാം, നമ്മൾ പ്രസംഗിക്കുന്ന ആളാവാം, നമ്മളിൽ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവാം, അധ്യാപകരുണ്ടാവാം, എഴുത്തുകാരുണ്ടാവാം, കലാകാരന്മാരുണ്ടാവാം. ഏത് മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിലും ആ മേഖലയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കാണ് നമ്മളെ ആ മേഖലയിൽ വളർത്തുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കിന് അത്രയും വാല്യൂ കൽപ്പിക്കുന്ന ആളുകളാണ് സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നുള്ളത് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. പബ്ലിക് സ്പീക്കിംഗുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വാച്ച് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് അഡാപ്റ്റ് ടു ഇറ്റ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. എസ്പെഷ്യലി പ്രസന്റേഷനിലായാലും പ്രസംഗത്തിലായാലും ഒക്കെ ആളുകൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അവരെ സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെ തന്നെയാണോ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ പ്രസന്റേഷനിൽ അവർ തൽപരരാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അവരുടെ ശരീരഭാഷ നോക്കി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ അവതരണത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഫീഡ്ബാക്കിനെ ലൈവായി പരിഗണിക്കുന്നതിന് ഉദാഹരണമായി പറയാൻ പറ്റുക. അതുകൊണ്ട് ഫീഡ്ബാക്കിനെ രണ്ടർത്ഥത്തിൽ നമുക്ക് പരിഗണിക്കാം. ലൈവായി നമ്മളൊരു പ്രസന്റേഷൻ നടത്തുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ ശരീരഭാവത്തിൽ നിന്നും അവരുടെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് നമ്മുടെ കണ്ടന്റിൽ, നമ്മുടെ അവതരണത്തിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതാണ് ലൈവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സെക്കൻഡറി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പ്രസന്റേഷൻ നടത്തി കഴിഞ്ഞു, അതിന് കൃത്യമായി നിരൂപണം നടത്തി നിരീക്ഷിച്ചുകൊണ്ട് വിമർശനാത്മകമായി പോസിറ്റീവായി നമ്മളോട് അതിന്റെ ഫീഡ്ബാക്ക് പറയുന്ന ആളുകളുണ്ടാവും. അതെല്ലാവരും പറയില്ല. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അത്തരം ഫീഡ്ബാക്ക് നൽകുകയുള്ളൂ. അത്തരം ഫീഡ്ബാക്കിന് നമ്മൾ എത്രമാത്രം വാല്യൂ കൽപ്പിക്കുന്നുണ്ടോ അത്രയും നമുക്ക് നമ്മുടെ ആ മേഖലയിൽ ഉയരാൻ കഴിയും. സോ വാച്ച് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് അഡാപ്റ്റ് ടു ഇറ്റ്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫീഡ്ബാക്ക് വെറുതെ കേട്ട് അതങ്ങനെ തള്ളിക്കളയരുത്. കേൾക്കുന്ന ഫീഡ്ബാക്കിൽ കാമ്പുണ്ടെങ്കിൽ ആ കാമ്പിനെ സ്വാംശീകരിക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സുണ്ടാവണം. അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് നമ്മളെ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ പുതിയ പരിവർത്തനത്തിന് നമ്മളെ തയ്യാറാക്കാൻ സജ്ജനാവണം എന്നതാണ് ആ അഡാപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഗോ ഫോർ എ better feedback and adapt to it.